ഇന്ന് നമ്മൾ 2024 നവംബർ 170/2024 ഈ LGS പരീക്ഷൻ്റെ കോഡ്. സോ അന്ന് ചോദിച്ചിരുന്ന മാത്സ് ഭാഗത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1, 8, 27, 64, 125 അങ്ങനെ പോകുന്നതിൽ ഈ ഡാഷ് ഏതാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. 81ാമത്തെ ക്വസ്റ്റ്യൻ. 1 എന്ന് പറയുന്നത് 1 ക്യൂബ് ആണ്. 8 എന്ന് പറയുന്നത് എന്താണ്? 2 ക്യൂബ് ആയിരിക്കും അല്ലേ? 2 ക്യൂബ് ആണ് എന്ത് 8. അതായത് 2 × 2 × 2 അല്ലേ 8. 2 × 2 × 2 ആണ് 8. അത് കഴിഞ്ഞ് 27 എന്ന് പറയുന്നത് 3ന്റെ ക്യൂബാണ്. 3 × 3 9, 9 × 3 27. അത് കഴിഞ്ഞ് 4ന്റെ ക്യൂബാണോ ഇത് എന്നുള്ളതാണ് ഇനി ചെക്ക് ചെയ്യാവുന്നത്. 4 × 4 16 × 4 64. അത് കഴിഞ്ഞ് 5ന്റെ ക്യൂബ് 5 × 5 25 × 5 225. അപ്പോൾ അടുത്തത് എന്തായിരിക്കും? 6 ക്യൂബ് ആയിരിക്കും. 6 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 6 36 36 × 6 216. ഓപ്ഷൻ ബി ആണ് ആൻസർ അല്ലേ? ഓപ്ഷൻ ബി എന്നല്ലേ ആൻസർ? 6 36 36 × 6 216. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 82. 9, 11, 15 ഡാഷ് 29, 39. 9, 11 9, 11. അപ്പം ഞാനിവിടെ എഴുതാണ് 82ാമത്തെ ക്വസ്റ്റ്യൻ. 9, 11, 15, ഡാഷ് 29, 39. ഈ ലാസ്റ്റത്തെ 2 നമ്പർ തമ്മിലുള്ള വ്യത്യാസം എത്ര? 10. 9ഉം ഇതും 2ആണ്, 4ആണ്, ഇത് 10ആണ്. അപ്പോൾ ഇത് ചിലപ്പോൾ 6 ആയിരിക്കും, ഇത് 8 ആയിരിക്കും. ഇതിൽ ചിലപ്പോൾ 6 ആവും എന്ന് പറയുമ്പോൾ 21 ആയിരിക്കും. 21നോട് 8 കൂട്ടുമ്പോഴല്ലേ 29. അപ്പം ഓപ്ഷൻ ഡി ആണ് ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 83ാമത്തെ ക്വസ്റ്റ്യൻ. 83ാമത്തെ ക്വസ്റ്റ്യൻ കോഡിങ് ആൻഡ് ഡീകോഡിങ് ആണ്. ഐ എന്നുള്ളത് എന്താണ്? 828. അതായത് E ഫോർ 8, Y ഫോർ 2, വീണ്ടും E ഫോർ 8. ഇനി ARM എന്ന് പറയുന്നത് എന്താണ്? ARM പറയുന്നത് 639. ഇവിടെ A എന്ന് പറയുന്നത് 6 ആയിട്ടും R എന്ന് പറയുന്നത് 3 ആയിട്ടും M എന്ന് പറയുന്നത് 9 ആയിട്ടാണ് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ EAR എന്ന് പറയുന്നത് എങ്ങനെയാണ് കോഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ചോദ്യം. E എന്ന് പറയുന്നത് 8 ആണ്, A എന്ന് പറയുന്നത് 6 ആണ്, R എന്ന് പറയുന്നത് 3 ആണ്. 8, 6, 3. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് വായിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ, ബാബു A എന്ന സ്ഥലത്ത് നിന്നും യാത്ര പുറപ്പെട്ട് 6 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. ആദ്യം എന്താ ചെയ്യുക? ആദ്യം തന്നെ വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് വടക്ക്, ഇതാണ് തെക്ക്, ഇവിടാണ് കിഴക്ക്, ഇതാണ് പടിഞ്ഞാറ് അല്ലേ? അപ്പം എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? ബാബു A എന്ന സ്ഥലത്ത് നിന്നും 6 കിലോമീറ്റർ കിഴക്കോട്ട്, എന്നിട്ട് ബിയിലെത്തി, ബിയിൽ നിന്നും ഇടത്തോട്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബീൻ്റെ അടുത്ത് എന്ന് പറയുമ്പോൾ ആളെങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബീൻ്റെ അടുത്ത് എന്ന് പറയുമ്പോൾ മുകളിലോട്ട് ഇടത്തോട്ട് പോയിട്ട് എന്താ സംഭവിച്ചേ? 3 കിലോമീറ്റർ. ഇവിടുന്ന് 3 കിലോമീറ്റർ പോയി, എന്നിട്ട് സിയിലെത്തി, സിയിൽ നിന്നും ഇടത്തോട്ട്. ഇവിടെ സി, പിന്നെ ഇടത്തോട്ട് പറയുമ്പോൾ ഇങ്ങോട്ട് പോയിട്ട് എന്താ ചെയ്തേ? ഇങ്ങോട്ട് പോയിട്ട് ഇടത്തോട്ട് വീണ്ടും 6 കിലോമീറ്റർ. വീണ്ടും 6 കിലോമീറ്റർ ആണ് ഈ ഒരു ഡിസ്റ്റൻസിൽ തന്നെ 6 കിലോമീറ്റർ. അപ്പം എന്താണ് ചോദ്യം? ചോദ്യം എയിൽ നിന്നും എത്ര കിലോമീറ്റർ അകലെയാണ് ബാബു ഉള്ളത്? അതായത് ഡി എന്ന് പറയുന്ന ഈ സ്ഥലം എ എന്ന് പറയുന്ന ഈ സ്ഥലം തമ്മിൽ എത്ര കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഈ ഒരു പിക്ചർ കണ്ടാൽ മനസ്സിലാവും എത്രയാണ്? 3 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് അല്ലേ? 3 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്തത് 85ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു വരിയിൽ
5ന്റെ സ്ഥാനം മുമ്പിൽ നിന്നും 11ാമത്തെ ആളും പുറകിൽ നിന്നും 7ാമത്തെ ആളുമാണെങ്കിൽ വരിയിൽ എത്ര ആളുകളുണ്ട്? ഈ ക്വസ്റ്റ്യൻ ശരിക്കും നിങ്ങൾക്ക് വരച്ച് വേണമെങ്കിൽ ചെയ്യാം. ആഫ്റ്റർ ആളുകൾ ഇങ്ങനെ ക്യൂവിലെ ആളുകളുടെ എണ്ണം കാണാനുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ പല പ്രാവശ്യം ചെയ്തതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വീഡിയോ ഉണ്ടാക്കി കാണാം. അപ്പം ക്യൂവിലെ ആളുകളുടെ എണ്ണം കാണാൻ മുമ്പിലുള്ള ആളുകളുടെ എണ്ണം പ്ലസ് പിന്നിലുള്ള ആളുകളുടെ എണ്ണം എന്ത് ചെയ്യുക? -1 ചെയ്താൽ മതി. അപ്പം ഈ 5 എന്ന് പറയുന്ന ആൾ മുമ്പിൽ നിന്ന് 11ാമത്തെ ആളാണ്. 11ാമത്തെ ആളെന്ന് പറയുമ്പോൾ ഇവിടെ 11 പ്ലസ് പിന്നെ നിന്ന് 7 -1 18 -1 17 ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി 86ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ 2.02 ഡിവൈഡഡ് ബൈ 202. സോ 2.02 ഡിവൈഡഡ് ബൈ 202 പറയുമ്പോൾ ഈ പോയിന്റിനെ ഞാൻ 1 2 2 സ്ഥാനം ഇങ്ങോട്ട് കൊണ്ടുവരണം. അതിനെന്ത് ചെയ്യുക? ഇൻറ്റു 100 ചെയ്യുക അല്ലേ? 2 0 2.02 ഇൻറ്റു 100 ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അതേപോലെ ചെയ്യുക. 202 ഇൻറ്റു 100. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? 2.02 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 202/2020. അപ്പോൾ ഇതും പോയി ഇവിടെ 1 വരും. അപ്പോൾ 1/100 എന്ന് പറയുമ്പോൾ 0.01 ആണ് ആൻസർ വരിക. ചിലപ്പോൾ ഇതായിരിക്കും, വേറെ ആൻസർ ഒന്നും ഇവിടെ കാണുന്നില്ല. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ x87ാമത്തെ ക്വസ്റ്റ്യൻ x/y = 4:3. അപ്പോൾ ഇവിടെ 4:3 എന്ന് എഴുതി. എക്സിൻ്റെ വൈൻ്റെയും താഴത്ത് തന്നെ ഞാൻ 4:3 എന്ന് തന്നെ എഴുതി. അതിന് y/z എന്ന് പറയുന്നത് ഇവിടെ z ഇട്ട് കഴിഞ്ഞാൽ y/z എന്ന് പറയുന്നത് 6:5 ആണെങ്കിൽ x/z എത്രയാണെന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇവിടെ കണ്ടോ ഇങ്ങനെ വാക്കൻ്റ് ആയിട്ട് കിടക്കുന്ന സ്ഥലം. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെന്ന് നമ്മൾ ചാനലിൻ്റെ പോയിട്ട് കാണാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പം ഇവിടെ അടുത്തുള്ള നമ്പർ എഴുതുക. ഇവിടെ 6ൻ്റെ അടുത്ത് ഈ 6 എഴുതുക. വാക്കൻ്റ് ആയിട്ടുള്ള സ്പേസ് കഴിഞ്ഞ് ഇനി എന്താക്കുക? മൾട്ടിപ്ലൈ ചെയ്യുക. 24 3 18 5 15. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? x/z എത്രയാണെന്നുള്ളതാണ്. അപ്പം എക്സിൻ്റെ പ്ലേസിൽ 24 24:z 15. 24:15 ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി 88ാമത്തെ ക്വസ്റ്റ്യൻ 12 മണി ക്ലോക്ക് 12:15 ആകുന്നത് എത്ര സെക്കൻഡ് വേണം? 1 മിനിറ്റിൽ നമുക്കറിയാം 1 മിനിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 60 സെക്കൻഡാണ്. അപ്പം 12 12:15 12:15 ആവണമെന്ന് പറയുമ്പോൾ 15 മിനിറ്റ് ആകണം. അപ്പോൾ 15 × 60 ചെയ്ത് കഴിഞ്ഞാൽ 1000 സെക്കൻഡാണ് എന്ത് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റത്തെ 2 ക്വസ്റ്റ്യൻ. അബുവിൻ്റെ പ്രായം, ഇത് കുറച്ച് ആലോചിച്ച് ചെയ്യേണ്ടതാണ്. അബുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം. അപ്പോൾ അബുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം നമ്മളെന്താ ഇക്വേഷൻ ഉണ്ടാക്കിയിട്ടാണ് ചെയ്യുന്നത്. അബു ഇപ്പോഴത്തെ പ്രായം മകൻ്റെ പ്രായത്തിൻ്റെ 4 മടങ്ങാണ്. അപ്പോൾ 4 × സൺ. ഓക്കെ, 4 × S ഫോർ സൺ, മകൻ. ഓക്കെ, 4 വർഷം മുമ്പ് എന്ന് പറയുമ്പം എന്താണ് ചെയ്യുക? A-4 ആയിരിക്കും ചെയ്യുക. 4 വർഷം മുമ്പ്. ഇതിനെ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കരുതുക. A-4 = മകൻ്റെ പ്രായത്തിൻ്റെ 7 മടങ്ങായിരുന്നു. മകൻ്റെ പ്രായത്തിൻ്റെ 7 മടങ്ങ്. അപ്പോൾ മകൻ്റെ പ്രായം ഇവിടെ A-4 ചെയ്യുമ്പോൾ മകൻ്റെ പ്രായം ഇതേപോലെ 4 കുറയ്ക്കണം. അപ്പം S-4. ഇതിന് സോൾവ് ചെയ്യുമ്പം A-4 = 7s - 28. ഇതിന് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഈ എൻ്റെ പ്ലേസിൽ ഈ 4s എഴുതാന്നുള്ളതേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഈ ഇക്വേഷനിൽ 1 × 2. അപ്പം 4s - 4 = 7s - 28. ഈ 7s 4sനെ അങ്ങോട്ട് കൊണ്ടുവന്നു, -28നെ അങ്ങോട്ട് കൊണ്ടുവന്നു. -4 + 28 3s. -4 + 28 എന്ന് പറയുന്നത് എത്ര? 24 = 3s. അപ്പോൾ s = 24/3
8 അല്ലേ? 8 വയസ്സാണ് അറ്റ് പ്രസൻറ്റ് നമ്മുടെ മകൻ്റെ പ്രായം. അങ്ങനെയാണെങ്കിൽ അബുവിൻ്റെ പ്രായം എത്ര എന്നുള്ളതാണ്. ദെയർഫോർ അബുവിൻ്റെ പ്രായം 8 × 4 32 ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 8 3 4 ഇവിടെ 96. അതായത് 3 × 8 × 4 ഈ മൂലത്തിലൊക്കെ എടുക്കുന്ന നമ്പറൊക്കെ മൾട്ടിപ്ലൈ ചെയ്താണ് ഇവിടെ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 6 4 24 ഇവിടെ 1 വരേണ്ടത് അല്ലേ? 9 8 72 ഇവിടെ 1 വരേണ്ടത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. സോ ഇതിലുള്ള പല ക്വസ്റ്റ്യനും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്താണ്. സോ നിങ്ങളുടെ ചാനലിൽ പോയിട്ട് കാണാം, സപ്പോർട്ട് ചെയ്യാം. ബൈ.